വയനാട് വണ്ടിക്കടവിലെ ആളക്കൊല്ലിക്കടുവ കൂട്ടിലായി. പുലർച്ചെ 1:30 വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. ദേവർഗദ്ദ ഉന്നതിയിലെ മാറിനെ ആക്രമിച്ചു കൊന്ന കടുവയാണിത്. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെ 1:30 കടുവ കൂട്ടിലായത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ 48 നമ്പർ ആൺകടുവയാണിത്. ഈ ആളെ കടുവ ആക്രമിച്ചതിന് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് കടുവ കുടുങ്ങിയിട്ടുള്ളത്. വണ്ടിക്കടവിന് സമീപം കന്നാരമ്പുഴയുടെ ഓരത്ത് വെച്ചാണ് മാറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കടുവ പിടിയിലായതോടെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. നരഭോജി കടുവ തന്നെയാണ് പിടികൂടിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആശ്വാസമായിട്ടുണ്ട്. ഒന്നിലധികം കടുവകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഫോറസ്റ്റുകാർ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മേഖലയിൽ ഒന്നിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരീക്ഷണം തുടരണമെന്നാണ് ആവശ്യം. 4 കൂടുകളും ക്യാമറ ട്രാപ്പുകളും ഒരുക്കിയാണ് കടുവയെ വനംവകുപ്പ് പിടികൂടിയത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.